ലോകം വീണ്ടും വലിയൊരു സാമ്പത്തിക യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് എല്ലാവർക്കും അറിയാം. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ അഞ്ചിലൊന്നും കടന്നു പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പാത. ഇതിൻ്റെ നിയന്ത്രണമാകട്ടെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ കയ്യിലും. പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒരു ചെറിയ തർക്കമുണ്ടായാൽ പോലും ഈ പാത പൂട്ടുമെന്നൊരു ഭീഷണി ഇറാൻ പലപ്പോഴായി മുഴക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകമെമ്പാടും പെട്രോൾ അടക്കമുള്ള ഇന്ധനത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കും. വിതരണ ശൃംഖല പൂർണ്ണമായും തകരുകയും ചെയ്യും. ചെങ്കടലിൽ ഹൂതികൾ ഉയർത്തുന്ന ഒരു ഭീഷണിക്ക് പുറമെയാണ് ഈ പ്രശ്നം എന്നുകൂടി ആലോചിക്കുക. എന്നാൽ ലോകവ്യാപാരത്തിന്മേലുള്ള ഇത്തരം ഭീഷണികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട്. അധികമാരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അധികമാരും എടുത്ത് പറഞ്ഞു കണ്ടിട്ടില്ലാത്ത ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡർ അഥവാ ഐമെക്. ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും ആശ്രയിക്കാതെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഉള്ള ഒരു പുതിയ പട്ടുനൂൽപാതയായാണ് ഇതിനെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആധുനിക ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു വ്യാപാര പാതയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. മധ്യേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ ഭീഷണികളെ മറികടക്കാൻ ഈ ഐമെക് പാതയ്ക്ക് സാധിക്കുമോ? ഇത് ഇന്ത്യക്ക് നൽകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. അപ്പോൾ ഈ തുറമുഖത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. നമ്മുടെ ഇന്ത്യ മുതൽ യൂറോപ്പ് വരെ നീളുന്ന ആധുനിക ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സാമ്പത്തിക ഇടനാഴിയാണ് ഐമെക്. ഇന്ത്യയെ അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളുമായും അവിടെ നിന്ന് യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന ഒരു ബഹുതല ഗതാഗത സാമ്പത്തിക ശൃംഖലയാണെന്ന് മനസ്സിലാക്കുക. നിലവിലുള്ള കടൽപാതകൾക്ക്, പ്രത്യേകിച്ച് ഈ സൂയസ് കനാലിന് ഒരു ബദലായിട്ട്, അതുമല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഐമെക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റഡ് ആണ്. ഒന്ന് കിഴക്കൻ ഇടനാഴി എന്ന് പറയാം. അപ്പോൾ ഇത് ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്തുള്ള കുറച്ച് തുറമുഖങ്ങളുണ്ട്. മുന്ദ്ര, കണ്ട്ല, ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തുറമുഖങ്ങളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായിട്ട് കടൽ മാർഗം ബന്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വടക്കൻ ഇടനാഴിയാണ്. ഇത് UAE, സൗദി അറേബ്യ, ജോർദൻ, ഇസ്രയേൽ അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽവേ ശൃംഖലയായിട്ടാണ് പരിഗണിക്കുന്നത്. ഇത് മെഡിറ്ററേനിയൻ കടൽ വഴി യൂറോപ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഒരു പ്രധാന പാതയാണ്. അപ്പോൾ ഇതിൽ അതിവേഗ ചരക്ക് നീക്കത്തിനായിട്ട് റെയിൽവേ ശൃംഖലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രാജ്യങ്ങൾ തമ്മിൽ പുനരുപയോഗ ഊർജം പങ്കുവയ്ക്കാൻ വൈദ്യുത കേബിളുകളൊക്കെ ഈ പാതയിലുണ്ട്. അതിവേഗ ഡേറ്റ കൈമാറ്റത്തിനായി കടലിനടിയിലൂടെയുള്ള കേബിളുകൾ കാണാം. ഭാവിയിലെ ശുദ്ധ ഊർജം എന്നറിയപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജൻ കൊണ്ടുപോകാൻ ഹൈഡ്രജൻ പൈപ്പ് ലൈനുകൾ ഈ പാതയിൽ നമുക്ക് കാണാം. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ സമയം ഏകദേശം 40% കുറയ്ക്കുവാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഗതാഗത ചെലവ് 30% വരെ കുറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതലൊരു മത്സരക്ഷമതയൊക്കെ നൽകുമെന്നത് ഉറപ്പാണ്. സൂയസ് കനാലിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളോ വ്യാപാരത്തെ ബാധിക്കില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. മുമ്പ് എവർ ഗിവൺ കപ്പൽ കുടുങ്ങിയുണ്ടായ ബ്ലോക്കൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതൊരു ഉദാഹരണം പോലെ പറഞ്ഞാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടിയായി കൂടിയാണ് ഇന്ത്യ അടക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഇതിനെ കാണുന്നതെന്ന് കൂടി പറയട്ടെ. എന്നാൽ ഇന്ന് ഈ പദ്ധതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ തന്നെയാണ്. ഈ ഇടനാഴി ഇസ്രയേലിലെ ഹൈഫ തുറമുഖം വഴിയാണ് കടന്നു പോകുന്നത് എന്ന് കാണാം. യുദ്ധം കാരണം ഈ പാതയുടെ നിർമ്മാണവും ചർച്ചകളും താൽക്കാലികമായി മന്ദഗതിയിലായിട്ടുണ്ട്. ഇറാൻ്റെ സ്വാധീനമുള്ള മേഖലകളിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഈ ഒരു പദ്ധതിക്ക് വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ഒരു ഘടകമാണ്. മധ്യേഷ്യയിലെ ഇന്നത്തെ കലുഷിതമായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഐമെക് എന്ന് പറയുന്ന പദ്ധതിക്ക് കേവലം ഒരു വ്യാപാര പാത എന്നതിലുപരി വലിയ തന്ത്ര പ്രാധാന്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോക്ക് പോയിൻ്റാണ് ഈ നേരത്തെ സൂചിപ്പിച്ച ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. UAEയിലെയും അതേപോലെ സൗദിയിലെയും തുറമുഖങ്ങളെ റെയിൽവേ വഴി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ഒരു ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും ആശ്രയിക്കാതെ തന്നെ ചരക്ക് നീക്കമൊക്കെ നടത്തുവാൻ ഈ ഒരു പുതിയ പദ്ധതിയിലൂടെ സാധിക്കുമെന്നതാണ് കഴിയുന്നത്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏക പ്രധാന പാത ചെങ്കടലും സൂയസ് കനാലും ഒക്കെയാണ്.
യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ കപ്പൽ കമ്പനികളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പല കപ്പലുകളും ഇപ്പോൾ ആഫ്രിക്കൻ വൻകരയൊക്കെ ചുറ്റിയാണ് അതുകൊണ്ട് പോകുന്നത്. ഇത് യാത്രാ സമയം 15 മുതൽ 20 ദിവസം വരെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകാറുണ്ട്. ചെങ്കടലിലെ ഈ ഒരു സംഘർഷബാധിത പ്രദേശങ്ങളിലൂടെ കപ്പൽ ഓടിക്കുന്നതിന് പകരം ചരക്കുകൾ അറേബ്യൻ ഉപദ്വീപിലൂടെയുള്ള റെയിൽ മാർഗം ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി യൂറോപ്പിലേക്ക് അയക്കാമെന്നതാണ് ഈ ഒരു പുതിയ പദ്ധതിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഐമെക് പദ്ധതിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൊന്ന് ഇസ്രയേലും അറബ് രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരു സൗദി അറേബ്യയൊക്കെ ആയിട്ടുള്ള ഈ ഒരു ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഇസ്രയേൽ ഹമാസ് യുദ്ധം ഈ പ്രക്രിയ താൽക്കാലികമായിട്ടൊന്ന് തടസ്സമുണ്ടാക്കിയെങ്കിലും സാമ്പത്തിക ലാഭമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുകൂടി കാണാം. ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനും ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പലരും കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മധ്യേഷ്യയിൽ ചൈന നടത്തുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലെയുള്ള രാഷ്ട്രീയവും സാമ്പത്തികപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് തടയിടുവാൻ ഐമെക് അത്യാവശ്യമാണ് എന്നുള്ളൊരു സംഗതിയാണ്. കോവിഡ് കാലത്തും അതിനുശേഷമുള്ള യുദ്ധകാലത്തും ലോകം പഠിച്ച വലിയ ഒരു പാഠം എന്തെന്നാൽ ഒരൊറ്റ പാതയെ മാത്രം ആശ്രയിക്കുന്ന എപ്പോഴും അപകടകരമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഐമെക്കിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടൽ പ്ലസ് റെയിൽ പാതകൾ അടങ്ങുന്ന ഒരു മൾട്ടി മോഡൽ പദ്ധതിയാണ് എന്ന് ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ഒരു വഴി തടസ്സപ്പെട്ടാലും മറ്റൊരു വഴിയിലൂടെ ചരക്കുകൾ എത്തിക്കാമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഉറപ്പാണ്. ഇതൊരു ആഗോള ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു പദ്ധതിയെ കണക്കാക്കാം. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയായിട്ട് ഈ പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ചൈനയുടെ ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് ബദലായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു പദ്ധതി എന്ന പേരിലും യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്കോ ചരക്ക് നീക്കം നടത്തുവാൻ ഇനി മുതൽ പാകിസ്ഥാൻ്റെ കരമാർഗമുള്ള അനുമതിക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നതൊരു നേട്ടമായും കണക്കാക്കാം. അതോടൊപ്പം തന്നെ കടൽ റെയിൽ മാർഗങ്ങളിലൂടെ നേരിട്ട് അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെടാം എന്നൊരു രീതിയും കൂടെ പരിഗണിക്കുമ്പോൾ ഇതിന് വളരെ വലിയ പ്രാധാന്യം കണക്കാക്കാം. നിലവിലെ സൂയസ് കനാൽ പാതയേക്കാൾ 40% വേഗത്തിൽ ചരക്കുകൾ യൂറോപ്പിലെത്തിക്കാം. ഇത് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ ലാഭമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ ഭാഗമായി സൗദി അറേബ്യയും UAEയും ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് അതേപോലെ ഊർജ്ജ മേഖലകളിലൊക്കെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഈ പദ്ധതിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമായി മാറാൻ കേരളത്തിന് സാധിക്കും എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെ പോലെയുള്ള മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഗുണമേറെ ലഭിക്കാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് നമ്മുടെ വിഴിഞ്ഞമുള്ളത്. 20 മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ളതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്ത് അടുക്കാൻ സാധിക്കും. ഐമെക് പാതയിലേക്ക് സാധനം എത്തിക്കുന്ന വലിയ വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞം ഒരു പ്രധാന ഹബ്ബായി മാറും എന്നതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നോ വരുന്ന ചരക്കുകൾ വിഴിഞ്ഞത്ത് ഇറക്കുകയും അവിടെ നിന്ന് വലിയ കപ്പലുകൾ വഴി ഐമെക്കിൻ്റെ ഭാഗമായ മറ്റ് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും അതേപോലെ തന്നെ ഗൾഫ് തുറമുഖങ്ങളിലേക്കും അയക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഇത് വിഴിഞ്ഞത്തെ സിംഗപ്പൂർ അല്ലെങ്കിൽ കൊളംബോ തുറമുഖങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തുറമുഖം സജീവമാകുന്നതോടെ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് ഏജൻസികൾ, വെയർ ഹൗസുകൾ, ട്രാൻസ്പോർട്ട് മേഖലകൾ, അങ്ങനെ 10,000 നേരിട്ടും അല്ലാത്തതുമായിട്ടുള്ള തൊഴിലവസരങ്ങളൊക്കെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. വിഴിഞ്ഞത്തെയും അതേപോലെ ഈ കൊച്ചി തുറമുഖത്തെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാവസായിക ഇടനാഴികളൊക്കെ വികസിച്ചു വരും. ഇത് കേരളത്തിലെ ചെറുകിട ഇടത്തര വ്യവസായങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് എളുപ്പത്തിലൊരു എൻട്രി കിട്ടുന്നതിന് തുല്യമാണ്. ചരക്ക് നീക്കം വർദ്ധിച്ചാൽ GST ഇനത്തിലും അതേപോലെ പോർട്ട് ചാർജുകൾ വഴിയും കേരള സർക്കാരിൻ്റെ വരുമാനത്തിൽ വലിയ രീതിയിൽ വർധനവും ഉണ്ടാവും. വിഴിഞ്ഞത്തിന് പുറമെ കൊച്ചിയിലൊക്കെയുള്ള വല്ലാർപാടം ടെർമിനലിലും ഐമെക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഫീഡർ സർവീസുകളിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നതും ഇതിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് കണക്കാക്കണം. ആഗോള വ്യാപാരത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ ഒരു പാത അത്യന്താപേക്ഷിതമെന്നാണ് ലോകരാജ്യങ്ങളടക്കമുള്ളവർ സമ്മതിച്ചു തന്നിട്ടുള്ളത്. ചരിത്രം നമ്മൾ ആവർത്തിക്കുകയല്ല, മറിച്ചത് തിരുത്തുകയാണ്.
ഒരു കാലത്ത് ലോകത്തിൻ്റെ തന്നെ വ്യാപാര കേന്ദ്രമായിരുന്ന ഭാരതം നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ഒരു സിംഹാസനം വീണ്ടും അലങ്കരിക്കാൻ ഒരുങ്ങുകയാണ്. മധ്യേഷ്യയിലെ കത്തുന്ന കനലുകൾക്കിടയിലും ഹോർമൂസ് കടലിടുക്കിലുണ്ടാകുന്ന ഭീഷണികൾക്കിടയിലും ഐമെക് എന്നത് വെറും ഒരു സാമ്പത്തിക ഇടനാഴിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ലോക സമാധാനത്തിനും സുസ്ഥിര വ്യാപാരത്തിനും ഇന്ത്യ നൽകുന്ന ഉറപ്പായി കണക്കാക്കുന്നു. ദുബായ്ക്കും സിംഗപ്പൂരിനും കൊളംബോയ്ക്കും അപ്പുറം ആഗോള ഷിപ്പിംഗ് ഭൂപടത്തിൽ വിഴിഞ്ഞം എന്ന പേര് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് മനസ്സിലാക്കുക. ഈ പാതകൾ വെറും ചരക്കുകളെയല്ല ബന്ധിപ്പിക്കുന്നത്, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും വരും തലമുറകളുടെ വികസനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ മാറുകയാണ്, ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ അലയൊലികൾ നമ്മുടെ കേരള കലയിലും ആഞ്ഞടിക്കുമ്പോൾ വികസനത്തിൻ്റെ ഈ ഒരു മഹാപ്രവാഹത്തിൽ നമുക്കും പങ്കാളികളാകാൻ തീർച്ചയായും സാധിക്കും. ഭാരതത്തിൻ്റെ ഈ ഒരു കുതിപ്പിനെ പറ്റി, വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു മാറ്റത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ നിങ്ങളുടെ ചിന്തകളും കമൻറ്റുകളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.